ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വിഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബീട്രൂട്ട് വിഴുക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് സവാള, പച്ചമുളക് ഇത്രയും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാൻ അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കണം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിനെ താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കടുക് ഏതാണ്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സവോളയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കണം. ഇതെല്ലാവരും ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഇതൊരു പുതിയ റെസിപ്പിയൊന്നും അല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എന്നിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്യണം കേട്ടോ, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പുതിയ ഫോണും ഇങ്ങനെ പെട്ടെന്ന് സ്ലോ ആകാൻ പാടില്ല. നമ്മൾ എന്നൊക്കെ റെസ്റ്റ് ഇല്ലാതെ ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ 6-7 മണിക്കൂർ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും എൻ്റെ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്